ശ്രീ ഷംസുദ്ദീൻ, വിദ്യാർത്ഥികൾക്ക് എന്തായാലും സന്തോഷമായി. അപ്പോൾ അവധി തീരുമാനം വന്നിരിക്കുന്നു അല്ലേ? അതെ, ഞങ്ങളിപ്പോ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് ഫോണ് എടുത്താൽ മൊത്തം കുട്ടികളുടെ കോളാണ്. ഒരു 1000-ൽ പരം കോളുകളെങ്കിലും വന്നു കാണും. അപ്പൊ ഞാനിന്ന് ഇന്നലെ തൊട്ടേ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. മുഖ്യമന്ത്രി 100% ഓക്കെ. അപ്പോ നാളെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒന്നാമത് കളി കഴിയുമ്പോഴേക്ക് പുലർച്ചെ 4 മണിയൊക്കെ ആവും. അതിന്റെ മറ്റേ സെറിമണീസ് എല്ലാം കഴിയുമ്പോ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ദാരുണമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ദുരന്തപൂർണമായ ചില സാഹചര്യങ്ങളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടാൽ ആനന്ദം തോന്നും. കുട്ടികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചു, വലിയ നല്ല തീരുമാനം, കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായി എന്നൊക്കെ മന്ത്രി വളരെ സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ് ചാനലിൽ. പക്ഷെ ഒരു ദിവസം കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം വരുന്നത് എന്ന് മന്ത്രി ചിന്തിച്ചിട്ടുണ്ടോ? 1000-ൽ പരം കുട്ടികളാണ് ഫോൺ ചെയ്തത് എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് കുട്ടികൾ ഫോൺ ചെയ്യാത്തതുണ്ട്. ആ കുട്ടികളിൽ ഭൂരിഭാഗവും നാളെ ക്ലാസ്സിൽ വരണം, പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്ന് മന്ത്രിക്കറിയുമോ? ഏതാനും ചില ഫുട്ബോൾ പ്രേമികളായ കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ടാകും. എന്നാൽ അതേ സമയത്ത് പഠനത്തോട് കൂടുതൽ പ്രാമുഖ്യം പുലർത്തുന്ന, കളിയേക്കാൾ കാര്യത്തിന് ഗൗരവം കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാകാമല്ലോ. ആ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ഈ ശംസുദ്ദീൻ മന്ത്രി ചിന്തിച്ചിട്ടുണ്ടോ? സ്പോർട്സുകൾക്ക് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി പറഞ്ഞു, ശരിയാണ്, അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. പക്ഷേ വിദ്യാഭ്യാസത്തെക്കാൾ പ്രാധാന്യം സ്പോർട്സിന് നൽകണോ, അതോ സ്പോർട്സിനേക്കാൾ പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് നൽകണോ? ഇവിടെയൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇത് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം, ലോകത്ത് എവിടെയെങ്കിലും, ഞാൻ മന്ത്രിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന് ഒറ്റയടിക്ക് കേട്ട ഉടനെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അനുമതി നൽകുകയും ചെയ്തു എന്നാണ് ശംസുദ്ദീൻ പറയുന്നത്. ആ ചോദ്യം കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവധി കൊടുക്കാൻ എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലൊരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ സ്പോർട്സ് കാണാൻ വേണ്ടി? ഇതിന് മന്ത്രി മറുപടി പറയണം. ലോകത്ത് സ്പോർട്സ് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന കേരളമല്ലാത്ത ഒരു സ്ഥലവും ലോകത്ത് ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, അർജന്റീന കളിക്കുന്നുണ്ട്, സ്പെയിൻ, ഈ രാഷ്ട്രങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ അവർ ഈ കളികളിൽ എത്തിയിട്ടുണ്ട്. ആ രാഷ്ട്രങ്ങളെല്ലാം ഈ കളിക്ക് പ്രാധാന്യം നൽകിയത് കൊണ്ട്, സ്പോർട്സിന് പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു ടീം ആ രംഗത്ത് എത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല എന്നത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ജംനയിൽ ഈ ഒരു കാര്യം അന്വേഷിക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് ഈ ആതിഥേയ രാജ്യങ്ങൾ, അതായത് സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ, നമ്മളൊക്കെ ഇപ്പൊ കാഴ്ചക്കാരായി നിൽക്കുന്ന രാഷ്ട്രങ്ങളും നാടുകളുമാണല്ലോ. അതേ സമയത്ത് ഈ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഫൈനൽ മത്സരം നടക്കുന്നത് ഞായറാഴ്ച അമേരിക്കൻ സമയം ജൂലൈ 19 ഉച്ചതിരിഞ്ഞ് ആയതിനാൽ വിദ്യാലയങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സാധാരണയായുള്ള വാരാന്ത്യ അവധി തന്നെയാണ്. മത്സരം നടക്കുന്ന നഗരങ്ങളിൽ, ഉദാഹരണം ഫൈനൽ നടക്കുന്ന ന്യൂജേഴ്സിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിന് ചുറ്റും കനത്ത ട്രാഫിക് നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉള്ളതിനാൽ പ്രാദേശികമായി ചില സ്ഥാപനങ്ങൾക്ക് ക്രമീകരണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും രാജ്യവ്യാപകമായ അവധികളില്ല. അതായത് അവിടെ ഈ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള ട്രാഫിക് സംവിധാനങ്ങൾക്ക് വേണ്ടി ചില സ്ഥാപനങ്ങൾക്ക് അവധിയും ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്ത് കുട്ടികളൊക്കെ പോയി സ്പോർട്സ് കാണട്ടെ, അതുകൊണ്ട് അന്ന് അവധി പ്രഖ്യാപിക്കുക എന്നൊരു കാര്യം അവിടെയൊന്നുമില്ല. ചുരുക്കത്തിൽ നിലവിൽ കളി കാണാൻ വേണ്ടി തിങ്കളാഴ്ച സ്കൂളുകൾക്ക് ഔദ്യോഗികമായി അവധി നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പൂക്കികളുടെ ലോകം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ജംന പറയുന്നത് ഇതുപോലെ ഈ സ്പോർട്സ്, അതായത് ഫിഫയുമായി ബന്ധപ്പെട്ട് അവധി നൽകിയിട്ടുള്ള ചില രാഷ്ട്രങ്ങൾ, അതായത് ഇപ്പോഴല്ല, സൗദി അറേബ്യ 2022 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയ ചരിത്ര വിജയത്തിന് പിന്നാലെ സൗദി ഭരണാധികാരി രാജ്യത്തെ സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇതെന്താണ്? ആ രാഷ്ട്രം കളിക്കുകയും അവര് നേട്ടമുണ്ടാക്കുകയും അർജന്റീനയെ പോലുള്ള വലിയൊരു രാജ്യത്തെ, അത് വലിയൊരു സ്പോർട്സ് വിങ്ങിനെ പരാജയപ്പെടുത്തിയതിനുള്ള സന്തോഷം എന്ന രീതിയിൽ, അതിനുള്ളൊരു ആഹ്ലാദമായി വിജയിച്ചതിന് ശേഷം അവധി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അർജന്റീന 2022 ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ചാമ്പ്യന്മാരായ ടീമിനെ സ്വീകരിക്കാനായി
രാജ്യത്ത് ദേശീയ അവധി നൽകുകയുണ്ടായി. അതും ഒരു വിജയത്തിന്റെ ലോകകപ്പ് നേടിയതിൽ ആ രാഷ്ട്രത്തിനുണ്ടാകുന്ന ഒരു ആഹ്ലാദം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് അവധി നൽകിയത്. നേരെ മറിച്ച് അവർ പങ്കെടുക്കുന്ന ലോകകപ്പ് കളി നടക്കുന്ന സമയത്ത് പോലും ആ രാഷ്ട്രങ്ങളിൽ അവധി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് വിജയിച്ചതിന് ശേഷം അവരെ സ്വീകരിക്കാൻ വേണ്ടി രാഷ്ട്രം ഒരു വലിയ ആദരവ് പ്രഖ്യാപിച്ചുകൊണ്ട് അവധി നൽകിയിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, മത്സരിക്കുന്ന രാജ്യങ്ങൾ സ്പെയിൻ. നിലവിൽ സ്പെയിനിൽ ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് ഔദ്യോഗികമായി ദേശീയ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ കായിക മത്സരങ്ങളുടെ പേരിൽ പൊതു അവധി നൽകുന്ന രീതി പൊതുവെ കുറവാണ്. എങ്കിലും ഫൈനൽ മത്സരം പ്രമാണിച്ച് വിപുലമായ സ്ക്രീനിങ്ങുകളും ആഘോഷങ്ങളും രാജ്യത്തു ഉടനീളം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടില്ല. അവർക്കൊന്നും സ്പോർട്സ് വേണ്ട എന്നതുകൊണ്ടല്ല. ഇനി ഇത് പറയുമ്പോൾ സ്പോർട്സിന് പ്രാധാന്യം നൽകാത്ത പഴഞ്ചന്മാരെന്ന് പറയണ്ട. യൂറോപ്പിലൊക്കെയും ഈ കളി കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുമ്പോഴും അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്ന സംവിധാനമില്ല. ഇനി നോക്കൂ നിങ്ങൾ, അർജന്റീനയിലും കളിക്ക് മുൻപായി ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും അർജന്റീന ഫൈനലിൽ വിജയിച്ച് വീണ്ടും ലോക കിരീടം നേടുകയാണെങ്കിൽ ചാമ്പ്യന്മാരായ ടീമിനെ വരവേൽക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ, അതായത് 2022 ചെയ്തതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സർക്കാർ ഔദ്യോഗിക ദേശീയ അവധി പ്രഖ്യാപിക്കാൻ വലിയ സാധ്യതയുണ്ട്. എന്നാലും ഫൈനൽ നമ്മുടെ രാഷ്ട്രമാണ് കളിക്കാൻ പോകുന്നത് എന്ന് കരുതി നാട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു സംവിധാനം ആ രാഷ്ട്രങ്ങളിലൊന്നും ഇല്ല എന്ന് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയെയും അതുപോലെ മുഖ്യമന്ത്രിയെയൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്.